ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ 12-ാം തീയതി തിങ്കളാഴ്ച നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ 14ാമത് മത്സരം കളിക്കാൻ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എതിരാളിയായിട്ട് വരുന്നത് പഞ്ചാബ് എഫ് സി ആണ്. അപ്പോൾ മുമ്പ് പഞ്ചാബ് എഫ് സിയുടെ എവേ ഗ്രൗണ്ടിൽ പോയി നമ്മൾ കളിച്ചതാണ്. അപ്പോൾ അവിടെ 1-0 എന്ന സ്കോറിൽ വിജയമായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഡിസംബറിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്, അന്ന് വിജയമാണ്. അപ്പോൾ ഇനി ഹോം മത്സരമാണ്. അപ്പോൾ ISLൻ്റെ രണ്ടാം പകുതി തുടങ്ങിയിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഹോം മാച്ചാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഹോം മാച്ച്, ഒരു 1.5 മാസം അടുത്തായിട്ടുണ്ടാവും ഹോം മാച്ച് കളിച്ചിട്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അടുത്തൊരു ഹോം മാച്ച് കളിക്കാൻ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തന്നെ നിലവിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫോമിനെ കുറിച്ച് പറയാം. എല്ലാവർക്കും അറിയാം, നമ്മൾ ISLൻ്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 2023 അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ലാസ്റ്റ് 3 മാച്ച് വിജയിച്ചിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഒരു അൺബീറ്റൺ ആയിരുന്നു, ഒരു ക്ലീൻ ഷീറ്റോടെയുള്ള 3 വിജയങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ 1ാം സ്ഥാനത്തായിരുന്നു പോയിന്റ് ടേബിളിൽ ഉണ്ടായിരുന്നത് അവസാനിക്കുമ്പോൾ. പിന്നെ അതിനുശേഷം സൂപ്പർ കപ്പിൽ ആദ്യ മത്സരവും വിജയിച്ചു. അങ്ങനെ 4 വിജയത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. പിന്നെ അതിനുശേഷം നടന്ന 3 മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് തോൽവിയാണ്. അപ്പോൾ ലാസ്റ്റ് 3 മാച്ച് ബ്ലാസ്റ്റേഴ്സ് പരാജയമാണ്. സൂപ്പർ കപ്പിലെ 2 മത്സരവും അതുപോലെ രണ്ടാം പകുതി തുടങ്ങിയിട്ടുള്ള ആദ്യ ISL മത്സരം ഒഡീഷ എഫ് സിക്കെതിരെ അവരുടെ തട്ടകത്തിൽ പോയി 2-1 സ്കോറിൽ പരാജയപ്പെട്ടു. അപ്പോൾ ആദ്യം ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ അവർ 2 തിരിച്ചടിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു മോശം പെർഫോമൻസ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയാണ്, അങ്ങനെ ഒരു ഫോമിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ലാസ്റ്റ് 3 മാച്ച് ലോസാണ്. അപ്പോൾ ഒരു മികച്ച ഫോമിലല്ല ബ്ലാസ്റ്റേഴ്സ്. അത് ചില കാരണങ്ങളായിട്ട് നമുക്ക് പറയാം. പെപ്രയുടെ പരിക്ക് അതിനൊരു വലിയൊരു കാരണം തന്നെയാണ്. താരത്തിന് സൂപ്പർ കപ്പിൻ്റെ ലാസ്റ്റ് മത്സരം ഇഞ്ചുറി പറ്റി പുറത്തേക്ക് പോകേണ്ടി, അതിൻ്റെ ജംഷൂർ എഫ് സിക്കെതിരായുള്ള മത്സരത്തിൽ ഇഞ്ചുറി പറ്റി പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് സീസൺ ഔട്ടാണ് താരം. അതും ഒരു കാരണമായി വരാം ഈ മത്സരത്തെ ഒഡീഷ എഫ് സിക്കെതിരെയുള്ള ആ മോശം ഫോമിന് ഓരോ പ്ലേയേഴ്സ് ഇങ്ങനെ ഇഞ്ചുറി പറ്റി പോവുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് വന്ന ഫെഡോറൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റിനും ഫെഡോറോ ആണ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുള്ളൂ. എങ്ങനെയാലും ഫെഡോറൊക്കെ ഒന്ന് സെറ്റായാലേ നമുക്കിനിയുള്ള മത്സരങ്ങൾ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിൽ ഫോം ഒന്ന് ഡൗൺ ആയി കിടുകയാണ്. അപ്പോൾ തിരിച്ചു വരേണ്ടതുണ്ട്. ഇത് ഹോം മാച്ചാണ്, കൊച്ചിയിലാണ്. അതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മത്സരത്തിലേ വരുമ്പോഴുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള വശം. പിന്നെ പഞ്ചാബ് എഫ് സി 11ാം സ്ഥാനക്കാരാണ്. അപ്പോൾ അത് വെച്ചിട്ട് അവരെ കുറച്ച് കാണാൻ കഴിയില്ല. 11 പോയിൻ്റ് ഉണ്ട്. അതിൽ 10ാം സ്ഥാനം അതുപോലെ 9ാം സ്ഥാനം എല്ലാവർക്കും ഒരേ പോയിൻ്റാണ്. അവർക്ക് എല്ലാവർക്കും ഇപ്പോഴും പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ട്. പഞ്ചാബ് എഫ് സി ഇപ്പോൾ ലാസ്റ്റ് മത്സരം 3-1 എന്ന സ്കോറിൽ ബാംഗ്ലൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയിട്ട് കൂടിയാണ് പഞ്ചാബ് എഫ് സി വരുന്നത്. അതുകൊണ്ട് തന്നെ കഠിനമായൊരു മത്സരം തന്നെ ആയിരിക്കും പഞ്ചാബ് എഫ് സിയുമായിട്ടുള്ളത്. നല്ലൊരു ടീം തന്നെയാണ്, നല്ല ഗെയിം പ്ലാൻ, നല്ലൊരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ ലാസ്റ്റ് മത്സരത്തിലൊക്കെ അവർ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും എളുപ്പമായിരിക്കില്ല പഞ്ചാബ് എഫ് സിയുമായിട്ട്. ആകെ ഒരു ബ്ലാസ്റ്റേഴ്സിനുള്ള ഒരു പോസിറ്റീവായിട്ട് വരാൻ നമ്മുടെ ഹോം ഗ്രൗണ്ട് ഇതുവരെയായിട്ടും പരാജയപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയിക്കും, തിരിച്ച ഫോമിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഷീൽഡ് റൈസിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്നലെ ഇപ്പോൾ ഗോവ ഒഡീഷ എഫ് സി മത്സരം സമനില ആയിട്ടുണ്ട്. അപ്പോൾ 2 പോയിൻ്റ് നമ്മുടെ മുമ്പിലുള്ള 2 ടീമുകളും 2 പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ച് വീണ്ടും ആ ഷീൽഡ് റൈസിലേക്ക് കുതിക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച പഞ്ചാബ് എഫ് സിക്കെതിരെ വിജയിക്കുക, അത് തന്നെയാണ് അത്യാവശ്യമായിട്ടുള്ളത്. ഇനി ഇങ്ങനെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് ഞാൻ എങ്ങനെയാലും പറയാം. അപ്പോൾ അതിൽ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ തന്നെ, ഡിഫൻസിൽ ലെസ്കോ, അതുപോലെ തന്നെ മിലോസ്, റൈറ്റിൽ പ്രീതം, ലെഫ്റ്റിൽ നോച്ച, ആ ഡിഫൻസ് തന്നെ വരാനാണ് സാധ്യത. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ജീക്സൺ സിംഗ് തിരിച്ചു വരും എന്ന് തോന്നുന്നു, അറിയില്ല. മിഡ്ഫീൽഡിൽ ഒരു വിപിൻ മോഹനനും ഈ മത്സരത്തിൽ തിരിച്ചു വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എങ്ങനെ വരുമെന്ന് അറിയില്ല. ഇനി ഡാനിഷ് അസറന്നെ ഫസ്റ്റ് 11 സ്റ്റാർട്ട് ചെയ്യൂ, ഇനി ജീക്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അത് സംശയമാണ്. എങ്ങനെയാലും നിങ്ങളൊരു ഒപ്പീനിയൻ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മിഡ്ഫീൽഡിൽ ആ ഡബിൾ പിവറ്റിൽ ആരൊക്കെ വരണം എന്നുള്ളത്. ഇനി റൈറ്റിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ KP തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലെഫ്റ്റിൽ ഐമൻ തന്നെ, സ്ട്രൈക്കിങ്ങിൽ ഫെഡോറും അതുപോലെ ഡിമിയും ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വിജയിക്കട്ടെ, തിരിച്ച ഫോമിലേക്ക് വരട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.